സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും ദേശീയ രാഷ്ട്രീയത്തിലായാലും കോൺഗ്രസ് എന്തുകൊണ്ട് അടപടലം മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും തേഞ്ഞു മാറപ്പെടുന്നു അല്ലെങ്കിൽ തേഞ്ഞു മാറ്റപ്പെട്ടുപോയി എന്നുള്ളതിനൊരു ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു തരത്തിലുള്ള അവഗണനയാണെന്ന്. മണ്ഡൽ കമ്മീഷൻ്റെ കാലം മുതൽ തന്നെ നമുക്കറിയാം. ഇന്ദിരാഗാന്ധി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചതും പിന്നീട് വന്ന VP സിംഗിൻ്റെ സർക്കാർ അതേ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് പുറത്തേക്ക് വിട്ടു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു കുപ്പിയിൽ അല്ലെങ്കിൽ കുടത്തിലിരുന്നൊരു ഭൂതം തന്നെയായിരുന്നു. ആ ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പുറത്തുവരവോടുകൂടി ജാതി രാഷ്ട്രീയം കേരളത്തിൽ ശക്തമായി. സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി അവരുടെയൊക്കെ വരവൊക്കെ നമുക്കറിയാം. കാൻഷറാം വന്നതും മുലായം സിംഗ് യാദവ് വന്നതും എന്തിനധികം പറയുന്നു, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു കടന്നുവരവും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കും ഒക്കെ കോൺഗ്രസിൻ്റെ വോട്ട് പെട്ടിയിൽ നിന്നും പോയതാണ്. ഇതൊക്കെ തന്നെയാണ് കേരളത്തിലെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങളോട് പൊതുവേ ഒരു അവഗണന, ചതുർത്ഥി അതൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം KPCCയുടെ ഒരു പുനഃസംഘടന വന്നു. പുതിയ KPCC പ്രസിഡന്റും വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റും UDFന് പുതിയ ചെയർമാനും ഒക്കെ വന്നു. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, KPCCയിലേക്ക് ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒരു തരത്തിലുള്ളൊരു ഒരു തരത്തിലൊരു അവഗണനയാണ് ന്യൂനപക്ഷങ്ങളോട് നടത്തിയിട്ടുള്ളത്. VM സുധീരൻ, രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ VM സുധീരൻ KPCC പ്രസിഡന്റായി. VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രന് ശേഷം K സുധാകരൻ വന്നു. K സുധാകരന് ശേഷം ഇപ്പോൾ ഇതാ സണ്ണി ജോസഫ് വന്നു. ഇടക്കാലത്ത് MM ഹസൻ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് അല്ലെങ്കിൽ ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചു നോക്കിയേ. KPCC പ്രസിഡൻ്റായിട്ട് എപ്പോഴും ഒരു ഈഴവനെയായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതിനുശേഷം K സുധാകരൻ എന്നിങ്ങനെ വന്നു. നമ്മൾ നോക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അമരത്തേക്ക് ഒരു ഈഴവനെ കൊണ്ടുവന്നിരുത്തുന്നു. പക്ഷേ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഈഴവരെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരെ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി ആക്കാതിരിക്കാനാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇതാ KPCC പ്രസിഡന്റ് സ്ഥാനം എന്ന പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റ് സ്ഥാനത്ത് നിന്നും ഈഴവരെ മാറ്റിയിരിക്കുന്നു. നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കാം. VM സുധീരൻ്റെ രാഷ്ട്രീയം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. VM സുധീരനെ പറ്റി എല്ലാവരും പറയുന്നത് എന്താ? AK ആന്റണിക്ക് ശേഷം ഇത്ര കണ്ട് ഒരു ആദർശ രാഷ്ട്രീയത്തിന് വ്യക്തിത്വമുള്ള ഒരാളെ നമ്മൾ കണ്ടിട്ടേ ഇല്ലെന്നാണ് VM സുധീരനെ പറ്റി പറയുന്നത്. VM സുധീരൻ അത്രത്തോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു ആദർശ പുരുഷനാണ്. ഒരു KSUവിൻ്റെ പ്രവർത്തകനായി തുടങ്ങി, പിന്നീട് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, KPCCയുടെ ജനറൽ സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിച്ച് മണലൂരിൽ നിന്ന് 4 തവണ നിയമസഭാംഗമായി, 5 തവണ ലോക്സഭാംഗമായി. ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് 1996 കാലത്ത് അദ്ദേഹം സ്പീക്കറായി. അതിനുശേഷം അദ്ദേഹം ആരോഗ്യമന്ത്രിയായി. അങ്ങനെ അനവധിയായിട്ടുള്ള കീ പോസ്റ്റുകൾ വഹിച്ച അദ്ദേഹത്തിനെ KPCC പ്രസിഡൻ്റാക്കി. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ പിന്നീട് മാറ്റുകയുണ്ടായി. അദ്ദേഹത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവഗണിച്ചു. നോക്കുമ്പോൾ എന്താ, അദ്ദേഹത്തിന് അർഹമായ പരിഗണന കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈഴവ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവാൻ പാടില്ല. കോൺഗ്രസ് അപ്പോഴും പറയും, ഞങ്ങൾ R ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്, R ശങ്കർ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. പക്ഷെ R ശങ്കർ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറയുമ്പോഴും ചിന്തിക്കേണ്ട കാര്യം, R ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ NSSൻ്റെ പാർട്ടിയായ NDP എതിർത്തില്ലേ? R ശങ്കറിനെ മുഖ്യമന്ത്രി ആക്കരുതെന്നല്ലേ NSS മന്നത പത്മനാഭൻ വന്നെടുത്ത ലൈൻ. R ശങ്കർ മുഖ്യമന്ത്രി ആയാൽ NDP ഞങ്ങൾ പിന്തുണ കൊടുക്കില്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? NSS എന്നാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പേരെന്താണ്? മന്നത പത്മനാഭൻ എന്നാണ്. അതൊന്നും മറന്നു പോരുത്. ശരിയാണ്, മന്നത്ത് പത്മനാഭനും NSSും നവോത്ഥാന മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ വെച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നവോത്ഥാന മൂല്യ കാഴ്ചപ്പാടുകൾക്കൊപ്പം തന്നെ NSS ഒരു ഈഴവ വിരുദ്ധ പാർട്ടിയായിരുന്നു. കോൺഗ്രസിനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ് ഇങ്ങനെ ഒരു മുന്നോക്ക സമുദായ പാർട്ടിയായി മാറുന്നത്? കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലുള്ള സമുദായം ഈഴവ സമുദായത്തിന് കോൺഗ്രസ് കൊടുക്കുന്ന സീറ്റ് എത്ര? താരതമ്യേന 4% നായർ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന സീറ്റ് എത്ര? ഇത് ചിന്തിക്കേണ്ടതല്ലേ. പണ്ട് പുരാതനമായി NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന
സുകുമാരൻ നായർ അല്ലെങ്കിൽ സ്ഥാപക നേതാവായ സുകുമാരൻ നായർ പറഞ്ഞ അതേ പാതയിലൂടെ എൻ എസ് എസിന് വേണ്ടി കോൺഗ്രസ് ഇന്നും പട നയിക്കുന്നു. സത്യമല്ലേ പറഞ്ഞത്? വി എം സുധീരൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മുല്ലപ്പള്ളി രാമചന്ദ്രനെ കുറിച്ച് ചിന്തിച്ചു നോക്കണം. കണ്ണൂർ പോലുള്ള CPM-ന്റെ കുത്തകയിൽ നിന്ന്, CPM-ന്റെ കോട്ടയിൽ നിന്ന്, ചെങ്കൊടി മാത്രം ഒഴുകുന്നവരിടത്ത് നിന്ന് ജയിച്ച് MP ആയി. 7 തവണയാണ് അദ്ദേഹം MP ആയത്. കണ്ണൂരിൽ നിന്ന് ജയിച്ചു, വടകരയിൽ നിന്ന് ജയിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. KSUവിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. യൂത്ത് കോൺഗ്രസ്സിലെത്തി, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി, KPCCയുടെ ജനറൽ സെക്രട്ടറിയായി ഒക്കെ വന്നു. അദ്ദേഹത്തിനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മറ്റൊരു വടവൃക്ഷത്തിനെ KPCC പ്രസിഡൻ്റാക്കിയിരുത്തി. ഈ KPCC പ്രസിഡൻ്റാക്കിയിരുത്തിയിട്ട് അദ്ദേഹത്തെ KPCC പ്രസിഡൻ്റ് ആകുമ്പോൾ അദ്ദേഹം MP ആണ്. അദ്ദേഹത്തിൻ്റെ സമയത്താണ് 2019 19 സീറ്റ് കോൺഗ്രസിന് ലഭിക്കുന്നത്. പക്ഷേ തൊട്ടുപുറകെ വന്ന നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് വിജയം കൊയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ UDFന് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തെ തഴഞ്ഞു കളഞ്ഞു. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോയതിനു ശേഷം VM സുധീരനെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളോ ഒന്നും തന്നെ കാണുന്നില്ല. അദ്ദേഹം എവിടെ പോയി? ജീവനോടെയുണ്ട്, ശയ്യാവലംബിയല്ല, അദ്ദേഹത്തിന് പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ചില പ്രോമിനൻ്റ് നേതാക്കൾ കോൺഗ്രസിനുണ്ട്. അതിൽ എടുത്തു പറയത്തക്ക ഒരാളാണ് VM സുധീരൻ. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയോളം തന്നെ തലപ്പൊക്കമുള്ളൊരു നേതാവായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല നായരാണ്, VM സുധീരൻ ഈഴവനാണെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പരിഗണന കിട്ടിയില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രശ്നം എന്താണ്? വളരെയധികം വലിയൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിന് അർഹമായ പരിഗണന കിട്ടിയോ? ഇല്ല. അദ്ദേഹത്തെ ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. മുല്ലപ്പള്ളിയെയും VM സുധീരനേക്കാളിലും ഒക്കെ തന്നെ തലപ്പൊക്കമുള്ളൊരു നേതാവുണ്ട്, വയലാർ രവി. നമ്മളറിയാം, KSUവിൻ്റെ കുട്ടികൾ ഇന്നും KSUവിന് വേണ്ടി വിളിക്കുന്ന മുദ്രാവാക്യം എന്താണ്? ആന്റണി വയലാർ, ഉമ്മൻചാണ്ടി, KC ജോസഫ് നേതാവേ, ഞങ്ങളെയാകെ നയിച്ചവനെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ കേരള വിദ്യാർത്ഥി യൂണിയൻ അഥവാ KSUവിൻ്റെ സ്ഥാപക നേതാവല്ലേ വയലാർ രവി? 1957 മെയ് മാസം 30 AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ചേർന്നാണ് ചരിത്ര പ്രസിദ്ധമായ ഒരണ സമരം കുട്ടികൾക്ക് വേണ്ടി നയിക്കുന്നത്. അന്ന് ബോട്ടിൽ അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൺസെഷൻ തരണമെന്നും പറഞ്ഞുകൊണ്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കൺസെഷൻ സമരം. ഇന്ന് കൺസെഷൻ വാങ്ങിക്കുന്ന എല്ലാ കുട്ടികളും ഓർക്കേണ്ട പേര് KSUവിൻ്റെ അതുപോലെ തന്നെ വയലാർ രവിയുടെയുമാണ്. കേന്ദ്രമന്ത്രിയായ വയലാർ രവി, സംസ്ഥാന മന്ത്രിയായ വയലാർ രവി. ഈ വയലാർ രവി KPCC പ്രസിഡന്റായി. വയലാർ രവി എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല? ഒരു ചോദ്യമല്ലേ അത്? ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? സുധാകരൻ, വയലാർ രവി കഴിഞ്ഞ് ഇപ്പോഴത്തെ സണ്ണി ജോസഫിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് വരെ KPCC പ്രസിഡന്റായിട്ടിരുന്ന സുധാകരൻ. രാമകൃഷ്ണൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ആയിരുന്നു സുധാകരൻ. അടികൊണ്ട് ചോരയൊലിപ്പിച്ച് വരാതെ അടിച്ചവന്റെ കഴുത്തിലെ കുടൽമാലയൂരി കഴുത്തിലിട്ട് വാ, അവർക്ക് എൻ്റെ വക ഭൂമാല എന്ന് പറഞ്ഞ കോൺഗ്രസിൽ രാമകൃഷ്ണൻ സർവപ്രതാപിയായി കാലത്ത് കോൺഗ്രസിലെത്തി. ആ കോൺഗ്രസിനെ കണ്ണൂരിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി 15 വർഷക്കാലം DCC പ്രസിഡന്റായി ഇരുന്നു. കണ്ണൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച്, അതായത് ഇപ്പോഴത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മണ്ഡലത്തിൽ നിന്ന് പോലും, ധർമ്മടം അടക്കമുള്ള, തളിപ്പറമ്പ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് പോലും വൻ ഭൂരിപക്ഷം ലഭിച്ച് MP ആയി പാർലമെന്റിലെത്തിയ സുധാകരൻ. കണ്ണൂർ എന്ന ചുവപ്പൻ കോട്ടയിൽ ജനിച്ചു വളർന്ന സുധാകരൻ കണ്ണൂരിൽ കോൺഗ്രസിന് അഡ്രസ് ഉണ്ടാക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? സുധാകരൻ ഇപ്പം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അർഹമായ സമയത്ത് സുധാകരനെ പരിഗണിച്ചിരുന്നു. സുധാകരൻ ആരോഗ്യകാലത്ത് സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ ഇന്ന് നിയമസഭയിൽ കോൺഗ്രസിന് മെജോറിറ്റി ഉണ്ടായി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടായേനെ. അത് സംഭവിച്ചില്ല. സുധാകരനെ ഒതുക്കി വിട്ടു. അർഹമായി കിട്ടിക്കൊണ്ടിരുന്ന KPCC പ്രസിഡന്റ് സ്ഥാനം കൂടി ഈ തവണ സണ്ണി ജോസഫിലൂടെ ഈഴവ പ്രാതിനിധ്യം കിട്ടിക്കൊണ്ടിരുന്ന ഈഴവരിൽ നിന്ന് നഷ്ടമായി എന്ന് വേണം പറയാൻ. ഈഴവരിൽ നിന്ന് നഷ്ടമായി എന്ന് തന്നെ നമുക്ക് വേണം പറയാൻ. UDFന്റെ ചെയർമാനായി അടൂർ പ്രകാശിനെ നിയമിച്ചു. ഈഴവ സമുദായത്തിനോട് എന്തോ വലിയൊരു ആനുകൂല്യം ചെയ്തു എന്ന മട്ടിലാണ് ഇപ്പോൾ UDF ചെയർമാനായിട്ട്
അടൂർ പ്രകാശ് ഇരിക്കുന്നത്. അടൂർ പ്രകാശിനെ നമുക്കറിയാം. നമ്മൾ അടൂർ പ്രകാശിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യേണ്ട രാഷ്ട്രീയമാണ്. ഒരു CPI കുടുംബത്തിൽ നിന്ന് ജനിച്ച് SNDPയുടെ സജീവ പ്രവർത്തകനായിരുന്നു അടൂർ പ്രകാശിൻ്റെ അച്ഛൻ. KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി, KSU പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായി, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായി. യൂത്ത് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെയായി. കോന്നി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും ജയിച്ചു. 1996 മുതൽ ജയിച്ചു. 2019 അദ്ദേഹത്തോട് ആറ്റിങ്ങിലേക്ക് പോകാൻ പറഞ്ഞ് ആറ്റിങ്ങിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. ഈ കോന്നി മണ്ഡലത്തിൻ്റെ പ്രത്യേകത അച്യുതാനന്ദൻ മത്സരിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലമായിരുന്നു. എന്ന് വെച്ചാൽ അത്രത്തോളം ഉള്ള മണ്ഡലം. അച്യുതാനന്ദൻ എന്തുകൊണ്ട് അവിടെ മത്സരിക്കാതിരുന്നു എന്ന് ചോദിച്ചാൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായി UDFന് വരുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ട് അച്യുതാനന്ദൻ മത്സരിച്ചില്ല. എന്ന് വെച്ചാൽ അടൂർ പ്രകാശിന് അത്രത്തോളം ആ മണ്ഡലത്തിൽ സ്വാധീനമുണ്ട് എന്നുള്ളത് ചിന്തിക്കണം. 1996 അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് ജയിക്കുമ്പോൾ 806 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമായിരുന്നു. പിന്നീട് അത് 14,000-ലേക്കും 14,800-ലേക്കും എത്തി. അവസാനത്തെ 2016 നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 25,000 കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ തോൽവി അറിയാത്തൊരു നേതാവാണ് അടൂർ പ്രകാശ്. 72 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 72 വയസ്സുള്ള അദ്ദേഹം ആദ്യ ഇലക്ഷനിൽ മത്സരിച്ച് ഈ നാഴിക വരെ തോറ്റിട്ടില്ല. ഒരു വല്ലാത്ത എലക്ഷൻ മാനേജ്മെൻറ്റ് ഉള്ള ഒരു വ്യക്തി. 2019 ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ചു. 39,000 വോട്ടിനാണ് വിജയിച്ചത്. 2024 മത്സരിച്ചു. 2024 അടൂർ പ്രകാശ് ആയതുകൊണ്ട് മാത്രമാണ് UDFന് ആ സീറ്റ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റും മറ്റ് സാധാരണ ജനങ്ങളോടുള്ള ഇടപെടലും ഒക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത്. അദ്ദേഹം അല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ജോയ് ഉറപ്പായിട്ടും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി ലോക്സഭയിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. തീർച്ചയായും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല. ഈ ഇലക്ഷൻ മാനേജ്മെൻറ്റും തോൽവി അറിയാത്ത നേതാവും എന്നൊക്കെയുള്ളൊരു പ്രാധാന്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പരിഗണിച്ചില്ല. വാസ്തവത്തിൽ UDF ചെയർമാൻ എന്ന് പറയുന്നത് വെറുതെ ഒരു സമാശ്വാസ പദ്ധതി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇടപാടാണ്. പറയാതിരിക്കാൻ വയ്യ. UDF ചെയർമാൻ അത്ര വലിയ പണിയൊന്നുമില്ല. കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗത്തിനെ, കേരള കോൺഗ്രസിലെ ജേക്കബ് വിഭാഗത്തിനെ, പിന്നെ മുസ്ലിം ലീഗിലെ RSPയെ അവരെയൊക്കെ ഫോൺ ചെയ്ത് മുന്നണി മീറ്റിംഗ് ഉണ്ടെന്നൊന്ന് അറിയിക്കണം. അതുമാത്രമാണ് UDF ചെയർമാൻ്റെ പണി. അല്ലാതെ വലിയ പണിയൊന്നുമില്ല. അത്തരത്തിൽ പണിയില്ലാത്ത ഒരു ചെയർമാനാക്കി അടൂർ പ്രകാശിനെ മാറ്റി. കോൺഗ്രസ് ഇങ്ങനെ പിന്നെയും നമുക്ക് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാമല്ലോ. ഈ പറഞ്ഞതുപോലെ തന്നെ ദളിത് ശാക്തീകരണത്തിൻ്റെ പുഷ്കല കാലത്തൊക്കെ UPയിലൊക്കെ കോൺഗ്രസ് അടപടലം പോയി. 1984 മുതൽ UPയിൽ കോൺഗ്രസിന് ഭരണമില്ല. 89 മുതൽ UPയിൽ കോൺഗ്രസ് ഒരു മുഖ്യ പ്രതിപക്ഷമല്ല. ഇതിനൊക്കെ കാരണം എന്താണ്? മണ്ഡൽ കമണ്ഡൽ പ്രക്ഷുബ്ധ കാലത്തോടുകൂടി കാൻഷിറാമിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പൊളിറ്റിക്സ് ഇന്ത്യയിൽ രൂപാന്തരപ്പെട്ടു. ബീഹാറിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അടപടലം അസ്തമിച്ചു പോയത്? ദളിതർക്ക് വേണ്ട പരിഗണന കൊടുത്തില്ല. ഒറീസയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പോയത്? ഇതൊക്കെ എത്ര കണ്ടാലും കേട്ടാലും കോൺഗ്രസ്സിന് പഠിക്കാൻ പറ്റില്ല. മറ്റൊരു UP ആക്കി കോൺഗ്രസ്സുകാർ തന്നെ കേരളത്തിനെ മാറ്റും. എന്ന് വെച്ചാൽ UPയിൽ ഇപ്പോൾ കോൺഗ്രസ്സിനുള്ള MPമാരുടെ എണ്ണം 7, നിയമസഭയിലേക്കുള്ള MLAമാരുടെ എണ്ണം 2. ആ രീതിയിലേക്ക് ഇത്തരത്തിൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന 35% വരുന്ന 35 എന്ന് അറിയത്തില്ല, ഭൂരിപക്ഷം വരുന്ന സമുദായത്തിനെ അലോസരപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിൻ്റെ ഭാവി പിന്നെയും തുലാസിൽ. അതുകൊണ്ട് അർഹമായ രീതിയിൽ പ്രാതിനിധ്യം നൽകി മുന്നോട്ട് പോയാൽ മാത്രം നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് മെച്ചമുണ്ടാക്കാം. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഗതി അതോ ഗതി തന്നെ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതൊന്നുമല്ല. 140 സീറ്റിൽ എത്ര സീറ്റ് ഈ നിൽക്കുന്ന പിന്നോക്കക്കാർക്ക് കോൺഗ്രസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ OEC OBC മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു ബാബു മാത്രമാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു ഈഴവ സ്ഥാനാർത്ഥി. എത്ര പേർക്ക് സീറ്റ് കൊടുത്തു? അതൊക്കെ കോൺഗ്രസ് ഒന്ന് ചിന്തിക്കണം. കോൺഗ്രസ് ഒരു പുനർചിന്തനത്തിന് 2026 നിയമസഭാ ഇലക്ഷന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അതിനു മുമ്പുള്ള പഞ്ചായത്ത് ഇലക്ഷനും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയകാര്യ സമിതിയും ചിന്തന ശിബിരും ഒക്കെ വെറും കടലാസായി മാറും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.